യോഗം അവസാനിപ്പിച്ചതിന് ശേഷമാണോ VC പോയതല്ലേ VC ഇറങ്ങിപ്പോയത്? യോഗം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ട് അധ്യക്ഷ യോഗം അവസാനിപ്പിച്ചതായിട്ട് റിസോൾവ് ചെയ്തു, ചേംബറിൽ പോയി. ചെയർമാൻ ഓഫ് ദി സിൻഡിക്കേറ്റ്, സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ഡിസോൾവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം അജണ്ടയിൽ ഇല്ലാത്ത ഐറ്റംസ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഡിസോൾവ് ചെയ്തു എന്നിട്ട് തന്നെയാണ് പോയി. അല്ലാണ്ട് ഇറങ്ങിപ്പോക്കൊന്നും ഇല്ലല്ലോ. അതല്ല ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാർട്ടി സമ്മേളനമായിരിക്കും, അറിയില്ല. അത് ലീഗലും അല്ല. ഇത് കൃത്യമായിട്ട് ഒറ്റ അജണ്ടയിൽ മാത്രം കൂടിയ ഒരു സ്പെഷ്യൽ അജണ്ട, ഫൈനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ടു ബി ഫൈൽഡ് ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒറ്റ സിംഗിൾ അജണ്ടയിൽ നടക്കുന്ന ഒരു പരിപാടി രാവിലോട്ടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതല്ലാണ്ടാക്കാനാണ്, അവരുടെ പ്രമേയം അവതരിപ്പിക്കാനാണ്. പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. കൃത്യമായിട്ട് ഈ ഒരു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് പകരം ചെയർമാൻ ഇൻ ദ സെൻസ് വൈസ് ചാൻസലർ പലതവണ പറഞ്ഞു അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. അവസാനം അജണ്ടയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് മാത്രം അത് ഡിസോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വൈസ് ചാൻസലർ മാറിയത്. ഞങ്ങളുടെ ഡിസന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അതിൽ നിന്നും മാറുകയാണ്. സത്യവാങ്മൂലം ചർച്ച ചെയ്യാന്, ആ സത്യവാങ്മൂലം സംബന്ധിച്ച് തീരുമാനമെടുക്കാനാണ്, അതിലെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അറിയിക്കാനുള്ള അജണ്ട പ്രകാരമാണ്. അതിലെ അഭിപ്രായം രേഖപ്പെടുത്താനല്ല അവർ ശ്രമിക്കുന്നത്. ആ അജണ്ടയ്ക്ക് പുറമെ ഈ സസ്പെൻഷൻ ശരിയോ തെറ്റോ എന്ന് അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അത് ഈ സിൻഡിക്കേറ്റിന് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല. നാളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ആ വിഷയത്തിൽ തീരുമാനം എടുക്കും. അത് ഇപ്പോൾ തീരുമാനിക്കാൻ കഴിയാത്ത വിഷയമായതുകൊണ്ട് അതിന്മേൽ ചർച്ചയില്ല.